എല്ലാവർക്കും റൂട്ട് ഓഫ് ഗ്രാമറിലേക്ക് സ്വാഗതം. അടുത്തത് നമുക്ക് ടെൻസ് പഠിക്കാം, അതിൻ്റെ ഫോംസും. ടെൻസിൻ്റെ ഭാഗങ്ങളാണ് V1, V2, V3. അതായത് V1 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോം അല്ലെങ്കിൽ ബേസ് ഫോം, V2 പാസ്റ്റ് ഫോം, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ഫോമായ റൈറ്റ്സോ, ഇത് രണ്ടും പ്രസൻ്റാണ്. അതിൻ്റെ പാസ്റ്റ് ഫോം റോട്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ. അതുപോലെ പ്ലേയുടെ പാസ്റ്റ് ഫോം, അതായത് V2 എന്ന് പറയുന്നത് പ്ലേഡ്, V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലേഡ്. അപ്പോൾ V1 എന്ന് പറയുമ്പോഴത്തേന് എസ് ഫോം ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ഫോം ആകാം. അങ്ങനെ ആ രണ്ട് രീതിയിൽ വരാം. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഐയോ യുവോ അല്ലെങ്കിൽ പിന്നെ ദൈ വി ഫ്ലൂറൽ ഫോംസ്, ഇത് സബ്ജക്റ്റിൻ്റെ ഫ്ലൂറൽ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത്, അതായത് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് റൈറ്റ്സോ, അതായത് ബേസ് ഫോമോ എസ് ഫോമോ വരാം. ഇനി നമുക്ക് ആ ടെൻസിൻ്റെ പ്രധാനപ്പെട്ട ആദ്യത്തെ ടെൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അറിയാം എല്ലാവർക്കും, എന്നാലും നമുക്കൊന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ 4 ആയിട്ടാണ് പ്രസൻറ്റ് ടെൻസ് ഉള്ളത്. ഇനി ആദ്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതിനൊരു ഫോമുണ്ട്, അതായത് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഫോമുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫോം നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ ഇതേത് ടെൻസാണ് നമുക്ക് എളുപ്പം പറയാൻ സാധിക്കും. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഷീ സ്റ്റഡീസ് ഹിന്ദി. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് സ്റ്റഡീസ് വന്നത്. അപ്പോൾ അതേസമയം ബി ആയിരുന്നെങ്കിൽ ബി സ്റ്റഡി ഹിന്ദി എന്ന് വന്നതിന്. പിന്നെ ഐയും യുവും, ഇത് രണ്ടുമാണെങ്കിലും വെർബിൻ്റെ പ്ലൂറൽ ഫോമാണ് വരുന്നത്, അതായത് ഐ സ്റ്റഡി എന്ന് വന്നതിന്. ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ദൈ പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ ആദ്യം ദൈ എന്ന് പറയുന്ന സബ്ജക്റ്റ്, വെർബിൻ്റെ പ്രസൻറ്റ് ഫോം പ്ലേ, അത് കഴിഞ്ഞ് പിന്നെ ഒബ്ജക്റ്റ്. ഇത്രയും നമുക്കിന്ന് പഠിക്കാം. ഇനി അടുത്ത ദിവസം ബാക്കി.